ഇപ്പോൾ ഞാനുള്ളത് പള്ളിക്കത്തോടാണ്. ഇവിടുന്ന് ഞാൻ പോകുന്നത് കൊച്ചിയിലോട്ടാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് കാക്കനാടോട്ടാണ്. നമ്മൾ ആദ്യമേ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെയായിരിക്കും സ്റ്റേ ഒക്കെ വരുന്നത്. ക്രിസ്തുമസൊക്കെ ആയതുകൊണ്ട് തന്നെ കടകളും വീടുകളൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കാക്കനാടെത്തി ഇവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ രാവിലെ ആയപ്പം നമ്മളൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. കാക്കനാടുള്ള കടമ്പറയാർ വോക്ക് വേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിനിറ്റ് കൂടെ നമുക്ക് ആ ഡെസ്റ്റിനേഷനിലോട്ട് എത്താനുള്ളൂ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. സൂര്യനൊക്കെ ആണെങ്കിലും ഉദിച്ചു വരുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഈ ഒരു ഏരിയ വന്നപ്പം അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഈ ഒരു പാലം കടന്നിട്ട് വലത്തോട്ട് പോയാലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ അത്യാവശ്യം നന്നാക്കിയൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം പോകുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്നത് ആ ഒരു ഷിപ്പ് പോലെ പണിത് വെച്ചിരിക്കുന്നത് യൂറോടെക് അക്കാഡമിയാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ബോട്ടിംഗ് റൈഡൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതൊക്കെ വൈകുന്നേരമേ ഓപ്പൺ ആവുകയുള്ളൂ എന്നാണ്. ഈ റെസ്റ്റോറൻറ്റൊക്കെ വൈകുന്നേരമാണ് ഓപ്പൺ ആകുന്നത്, രാവിലെ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഫ്രീ ആണ്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമുക്കിവിടെ എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരം വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. രാവിലെ വരുവാണെങ്കിൽ അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് കാണുവാൻ സാധിക്കുക. അപ്പം അത്യാവശ്യം വന്നപ്പോൾ തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പം ഇവിടെ ആദ്യമേ തന്നെ ഒരു തൂക്കുപാലമുണ്ട്. ഇവിടെ മൊത്തം 2 തൂക്കുപാലമാണുള്ളത്. അപ്പം ഈ കാണുന്നത് ആദ്യത്തെ ഒരു തൂക്കുപാലമാണ്. അപ്പം നമുക്ക് ഈ തൂക്കുപാലത്തിൻ്റെ മേളിൽ കയറുവാണെങ്കിൽ ഇതുപോലൊരു വ്യൂ നമുക്ക് കിട്ടും. രാവിലെ ആയിട്ട് കൂടി അത്യാവശ്യം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇത് വേറൊരു സൈഡിലുള്ള വേറൊരു തൂക്കുപാലമാണ്. ഇപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് വണ്ടർല. ഇവിടെ തൊട്ടടുത്താണ് വണ്ടർല ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇത് ആ ഭാഗത്തുമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പിന്നെ പോന്നു. ഇതൊരു വൈകുന്നേരമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. അപ്പം ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പഞ്ചഗുസ്തി മത്സരമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നല്ല കാറ്റ് ഉള്ള ഏരിയ ആയതിനാൽ തന്നെ നമുക്ക് പട്ടമൊക്കെ മേടിച്ച് പറത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെ നടന്ന് അടുത്ത സൈഡിലോട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ കാർണിവലിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെയുണ്ട് ബീച്ചിൽ. അപ്പം ഗ്രൗണ്ടിലൊക്കെ വരുന്ന വഴിക്കാണെങ്കിൽ തന്നെ ഗ്രൗണ്ടിലൊക്കെ ഇപ്പോൾ തന്നെ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നടന്ന് നമ്മൾ വേറൊരു സൈഡിലോട്ട് പോവുകയാണ്. അപ്പം ഈ കാണുന്നതൊക്കെ ഫിഷിംഗ് ഏരിയകളൊക്കെയാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയ ഫിഷൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ ആണെങ്കിലും മീൻ കടകളും അതേപോലെ തന്നെ ഓരോ കടകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ബിനാല നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ക്രയോൺസൊക്കെ എടുത്ത് നമുക്ക് ഈ ഭിത്തിയിൽ പടങ്ങളൊക്കെ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പേര് ഇവിടെ വന്നിരുന്ന് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ. അവിടെ നിന്നും നമ്മൾ കുറച്ച് നേരം നടന്നു പോയി. അപ്പം ഈ ഏരിയ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഇനി ഈ ഏരിയ കാണാനുള്ളൂ. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ഉൾഭാഗത്തോട്ട് ചെന്ന് അവിടുത്തെ ഓരോ ഷോപ്പുകളും അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ചെന്ന് കണ്ടു. ക്രിസ്മസ് കഴിഞ്ഞതാണെങ്കിലും ഇനി ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കടകളാണേലും കാണുവാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളൊരു പള്ളിയുടെ ഏരിയയിലോട്ട് വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബിഗ് ബിക്കകത്ത് കാണുന്ന മമ്മൂട്ടിയുടെ വീട്. അപ്പം ഈ ഒരു പള്ളിയിലാണ് ഇന്ന് എൻട്രൻസ് ഇല്ലായിരുന്നു. കാരണം അവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നതിനാൽ മെയിൻ എൻട്രൻസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലോട്ട് വന്നു. അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ട്രീ ലൈറ്റ് ഇടുന്നത്. അങ്ങനെ ആ ലൈറ്റ് ഇട്ടതെന്ന് കണ്ട് നമ്മൾ അതിൻ്റെ അകത്തൂടെ എല്ലാം കയറി നടന്നു. അപ്പം അതിമനോഹരമായിട്ടാണ് ഈ ഒരു ട്രീ അലങ്കരിച്ചിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ ട്രീ കാണുവാൻ സാധിക്കും. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. പിന്നെ വന്നൊരു ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്.